IFBയുടെ ഒരു ഓവൻ വാങ്ങിച്ചിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല, എന്നാലും അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മാർക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്കും വാങ്ങിക്കാനുള്ള ലിങ്കും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഞാൻ കുറച്ച് മന്തായിട്ട് ഉപയോഗിക്കുന്നു, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, അടിപൊളിയാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ, കാരണം അതിൻ്റെ കണക്ട് ചെയ്യാൻ വന്ന അവരുടെ കമ്പനിയുടെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ വെക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ പാത്രം ഉണ്ടാവും, കേക്കിന്റെ പാത്രം, അലൂമിനിയം പാത്രങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പൊള്ളിച്ചെടുക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ അവിടെ വെക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ പൊസിഷൻ. ഇവിടെ കട്ടിങ് കണ്ടില്ലേ, ആ കട്ടിങ്ങിനനുസരിച്ച് ഇവിടെ ഇതുണ്ടാവും. വെള്ളയിൽ വെച്ചിട്ട് ഇവിടെ വെച്ചുകൊടുത്താൽ അത് കറങ്ങും. ഇത് മോട്ടറാണ്, മോട്ടർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ എടുത്ത് കറക്റ്റ് ചെയ്യാം. വലിയ ലോഡ് പോലെ ചെറിയൊരു ലോഡൊക്കെ പോകുള്ളൂ കേട്ടോ. അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഗ്ലൗ ഉപയോഗിക്കുക കൈകളും. നമുക്കുള്ളിൽ ചൂടായാലും കൈ വെള്ളമാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പുറത്തേക്ക് എടുക്കാനല്ലേ, പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം. ഇത് രണ്ട് ഗ്രില്ലാണ്, നമ്മളെ സാധാരണ ഗ്രില്ല്. മീനും ഇതൊക്കെ പൊള്ളിച്ച് അത് ഇതിന്റെ മുകളിൽ വെച്ചാൽ മതി, വെച്ചാൽ മതി. അതിന്റെ മുകളിൽ ഇവിടെ പീസ് മസാല ഒക്കെ തേച്ചിട്ട് വെച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കോളും. മുകളിലാണ് ഹീറ്റർ വരിക, ഹീറ്റർ ചൂടാവും. അപ്പൊ ഇത് ഹൈറ്റ്, ഇത് രണ്ടും ഹൈറ്റ് എന്താ വെച്ചാല്, ഇതിപ്പോ നിങ്ങൾ കുറച്ച് വലിയ പീസ് വെക്കാണ്, ഒരു ചിക്കന് അല്ലെങ്കിൽ ചിക്കന്റെ പകുതിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് വെച്ചെടുക്കുക. മുകളിൽ ഹീറ്ററുമ്പോ തട്ടരുത്. കുറച്ച് ചെറിയ പീസ് ഒക്കെ ആണെങ്കിൽ, അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ ഇതിന് മുകളിൽ പറ്റും. അത് രണ്ടെണ്ണമാണ് ഈ രണ്ട് സ്റ്റാൻഡ്. പിന്നെ മൈക്രോവേവിൽ നമ്മളിതിൽ തീരെ മെറ്റൽ പാത്രം ഒന്നും ഉപയോഗിക്കരുത്. ഓവൻ സേഫ് ആയിട്ടുള്ള ബോറോക്സിൽ അങ്ങനത്തെ പാത്രങ്ങൾ, ഗ്ലാസിൻ്റെത് മറ്റേ പറ്റില്ല, സ്റ്റീല് തീരെ പറ്റില്ല. ഗ്ലാസ് പറ്റും, നല്ല ടെമ്പറേച്ചറുള്ള ഗ്ലാസ്. അങ്ങനത്തെ ആയിട്ട് ഓവനിൽ ഉപയോഗിക്കാനാന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വരുന്നത്. എല്ലാ നല്ല വില കൂടിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ അടിയിൽ തന്നെ കൊടുക്കും. ഡിഷ് വാഷറിൽ ഉപയോഗിക്കാം, ഓവനിൽ ഉപയോഗിക്കാം, സിമ്പിളോ അല്ലെങ്കിൽ മൈക്രോ സേഫ് എന്നൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ നോക്കാം. ഇതെപ്പോ ഓണാക്കിയാലും ഇതാണ് ഇതിലുണ്ടാവുക. ഒരു മെനു ആണ്. 1 മണി എന്നുള്ള സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. 1 മണി, അതായത് നമ്മളെ വാച്ചിന്റെ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി എന്നാണ് മെഷീനിൽ പറയുന്നത്. അപ്പൊ ഒന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം. 1 o'clock ഇവിടെ ക്ലോക്കിന് ചിഹ്നം ഉണ്ടാവും. ഒന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ മുകളിലത്തെ ഈ 9 എണ്ണം കണ്ടില്ലേ, ഇത് ഓട്ടോ കുക്കാണ്. ഈ 9 എണ്ണം ഓട്ടോ കുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെയിറ്റ് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ടൈം മെഷീൻ ഓട്ടോമാറ്റിക് കാണിച്ചോളൂ. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആക്കി എടുക്കാൻ വേണ്ടിട്ട്, ഇപ്പൊ ഇത്ര കിലോന് ഇത്ര ഗ്രാമിന് ഇത്ര ടൈം ആണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ് ഇത്. അപ്പൊ ഇതിൽ ഓരോ ഇതിൽ തന്നെ പല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാം. ഇപ്പൊ ബിവറേജിലാണെങ്കിൽ പല ടീ ആ വരുന്നത്, അതിന്റെ ഇത് വരുന്നുണ്ടല്ലേ അവിടെ. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് പല ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. ഓരോ ഇതിലും ഓരോ ടൈപ്പ് ഫുഡാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അതിന്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടല്ലേ. ഇത് ഫുഡിന്റെ പേരാണ്, എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കാൻ പറ്റണം ആ ഒരു ഓപ്ഷനിൽ, ആ ബിവറേജിൽ. അപ്പൊ ഇതെങ്ങനെ വെയിറ്റ് നമ്മൾ ഇതാക്കി കൊടുക്കുക. അപ്പൊ മിൽക്ക് ആണെങ്കിൽ പ്ലെയിൻ മിൽക്ക് അതെങ്ങനെയാ വെച്ചാല്, ഇപ്പൊ ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒന്ന് കാണിച്ചിട്ടില്ലേ, 1 ഗ്ലാസ് വെള്ളം എന്നാണ്. ഒരു ഗ്ലാസ് ആണ്, ഒരു ഗ്ലാസിന്റെ അളവാണ് ഇതിൽ പറയുന്നത്. അതായത് 200 ml, ഗ്ലാസ് 200 ml ആണ്. ഇത് 2 ഗ്ലാസ്, 3 ഗ്ലാസ് അങ്ങനെ സെപ്പറേറ്റ് 3 ഗ്ലാസ് വരെ മാക്സിമം പോകും. അപ്പൊ ഒരു പാത്രത്തിൽ ഇപ്പൊ 5 ഗ്ലാസ് വെള്ളത്തിലാണ് വെക്കുന്നതെങ്കിൽ 5 വെച്ച് കൊടുക്കാം. പക്ഷെ ഇതിൽ 5 വരില്ല, ഇതിൽ 1, 2, 3 വരെ വരുള്ളൂ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ്സിന് ഇപ്പൊ എത്ര ടൈമാ വരുന്നത് നോക്കാം. 2 മിനിറ്റ് ആണ് വരുന്നത്. ഇവിടെ ഉണ്ട് ഒരു സിമ്പിള്, അതാണ് മൈക്രോവേവിന്റെ സിമ്പിളാണ്, ഒരു മൈവില് പോലെ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇത് സ്റ്റോപ്പ്. എന്നിട്ട് ഡോർ തുറന്ന് നോക്കാം. വിൻഡോ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ തന്നെ വർക്ക് ചെയ്യും. ഇനി അതല്ല, സ്റ്റോപ്പ് ബട്ടൺ തന്നെ 2 വട്ടം ഞെക്കിയാൽ ആ പ്രോഗ്രാം ക്യാൻസൽ ആയി, റീസെറ്റ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിന് 2 മിനിറ്റ് ആണ്. 2 മിനിറ്റ് പറഞ്ഞ 5 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വരും. 10 മിനിറ്റ് മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ടാണ് ഇവിടെ അടിയിൽ ടൈമർ വെച്ചത്. ഇവിടെ മുകളിൽ മിനിറ്റ്സോ അടിയിൽ സെക്കൻഡ്സോ പറഞ്ഞ 10 ആണെങ്കിൽ ഒറ്റയടിക്ക് ഒറ്റോട്ടം നിൽക്കാൻ 10 മിനിറ്റ്. പിന്നെ ഇത് 1 ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് 15 അങ്ങനെ ആക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ 10 വെച്ച് ആഡ് ചെയ്യും. ഇത് 10 സെക്കൻഡ് ആണ്. അടിയത്തെ സെക്കൻഡ്, ഇത് 1 സെക്കൻഡ്, അങ്ങനെ അടിയിൽ ടൈം വെക്കണം. അപ്പോൾ സിമ്പിൾ ഉണ്ടല്ലോ ഇവിടെ, മൈക്രോവേവിന് സിമ്പിൾ ആണ്. അപ്പൊ മൈക്രോവേവ് ആണ് വർക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ ആ മിനിറ്റ് ആഡ് ചെയ്യാന്
സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോളത്തെ മനസ്സിലാക്കാൻ. പിന്നെ ടൈം അധികം ആയിപ്പോയിണ്ടെങ്കിൽ പ്രശ്നമാവില്ല, കരിഞ്ഞു പോകാനൊക്കെ സാധ്യത. കുക്കിംഗ് ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഓപ്ഷൻ എന്തിനൊക്കെ ഉള്ളതെന്നുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതിന് കുക്കിംഗ് ക്ലാസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ ഓക്കെ. പിന്നെ പോപ്കോണ്, പോപ്കോണില് 3 ഫ്ലേവറാ, ഫ്ലേവറിന്റെ ഇതാണ് ഒക്കെ ഫ്ലേവറിന്റെ വ്യത്യാസത്തിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ പോപ്കോണിലാകെ 100 ഗ്രാമാണ് വരുന്നത്. അപ്പൊ അതിൽ മാറുണ്ടോ നോക്കുക, ഇല്ല അത് തന്നെ. അപ്പൊ 100 ഗ്രാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ 3 മിനിറ്റ്. അതുള്ളത് മൈക്രോ മോഡിലാണ്. അപ്പൊ നമ്മളെന്താ 200 ഗ്രാം ഉണ്ടെങ്കിൽ അടിയിൽ 6 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയാണ്. പിന്നെ ഈ റൈസ് എന്ന് പറയുന്നത് ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് റൈസ്. റൈസ് അതൊന്നും പറയത്തില്ല. ഒന്ന് പറഞ്ഞ പോലെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച അരി തലേന്ന് വെള്ളത്തിലിട്ട അരി നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്തെടുക്കാന്നാ പറയുന്നത്. നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണമെങ്കിൽ വെള്ളത്തോടെ വെക്കാം, വെള്ളം വേണ്ടെന്നാണെങ്കിൽ വെള്ളം ഒഴിവാക്കിട്ട് വെച്ചെടുത്തല്ല. അപ്പൊ ഇതിലിപ്പോ പറയുന്ന റൈസിന്റെ 150 ഗ്രാം നമ്മൾ വെക്കുന്ന അരിന്റെ വെയിറ്റ് 150 300 450 600 ഗ്രാം. 600 ഗ്രാമാണ് വെക്കണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ 40 മിനിറ്റ് കൊണ്ട് ആയി കിട്ടുന്നുള്ള കണ്ടീഷൻ. 40 മിനിറ്റ് വർക്ക് ചെയ്യണം. അപ്പം ഇലക്ട്രിസിറ്റി ഒക്കെ അതിനനുസരിച്ചിട്ട് വരും. ജസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തോളാം. നമുക്ക് പൊതുവെ ഇതിൽ വരിക അതൊന്നും ചൂടാക്കി എടുക്കാം, പിന്നെ ഗ്രില്ല് കാര്യങ്ങള്, കൺവെക്ഷൻ കേക്ക് ഉണ്ടാക്കാം. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരിക. ഒരു ഓപ്ഷൻ കൊടുത്തുന്നുള്ളൂ. പിന്നെ കേക്ക് വരുന്നുണ്ട്. കേക്ക് 475 ഗ്രാമാണ് നിങ്ങൾ വെക്കുന്ന കേക്കിന്റെ മിക്സിന്റെ വേസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ 45 മിനിറ്റ് കൊണ്ട് കേക്കായി കിട്ടും. അതും അത്ര ടൈം എടുക്കൂലേ, 45 മിനിറ്റ്. മോഡ് ഫുള്ള് വരുന്നത്. ഇതിലാണ് ബാർബിക്യൂ ഒരു ഓപ്ഷൻ അങ്ങനെ വരുന്നുണ്ട്. അതിലിപ്പോ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചിക്കൻ അല്ല, ബാർബിക്യൂ നമ്മൾ ഈ സ്റ്റാൻഡിന്റെ മുകളിലാണോ അല്ല കറങ്ങണ ടൈപ്പ് കറങ്ങണ. അപ്പൊ ചിക്കൻ ഇപ്പൊ 4 പീസാക്കി വെക്കാന്നുണ്ടെങ്കിൽ അതില് ബാർബിക്യൂ പറയുന്നത് താഴെ ഉള്ളതാണ്, സ്റ്റാൻഡ് വന്നിട്ടാണ്. മറ്റേ കറങ്ങുന്നില്ല, അത് മറ്റേ വടി വെച്ച് ടേൺ ഗ്രില്ല് വരുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മ മറ്റേ ഈ ഒരു ഇത് വെച്ചിട്ട്, അതായത് ഗ്രില്ലിന്റെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളില് പീസ് മസാല ഇട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒന്ന് വെച്ചോക്കാം. അടച്ചാലേ വർക്കാവുള്ളൂ. ഇല്ല, അതിൽ കറങ്ങുന്നില്ല. ഗ്രില്ലാണ് വർക്ക് ചെയ്യണം. അപ്പം മറ്റേത് മീനായാലും ബാർബിക്യൂ ചിക്കൻ ആയാലും ഒക്കെ ബാർബിക്യൂലാണ് നമ്മൾ ചെയ്യാ. അല്ല, ഇതിനൊക്കെ നല്ല കേക്ക് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞ ബാർബിക്യൂനൊക്കെ ആണെങ്കിൽ അതിനായിട്ടുള്ള പ്രോഗ്രാം ഇവിടെ വരുന്നത് താഴെയുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഓട്ടോമോഡാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും മാത്രമുള്ളതാണ്. മെയിൻ ആയിട്ട് നമ്മൾ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടിയത്തിൽ ഉപയോഗിക്കുകയാണ് നല്ലത്. ബാക്കി കുക്കിംഗ് ആണ് വരിക. ഇത് റീഹീറ്റ്, നമുക്ക് കുക്ക് ചെയ്ത ഭക്ഷണം ഒന്നുകൂടി ചൂടാക്കി എടുക്കാം. അപ്പൊ അതില് വെയിറ്റ് എത്ര നോക്കുക, മാക്സിമം 800 ഗ്രാം വരെ പോകുള്ളൂ. അപ്പൊ ആ വെയിറ്റ് വെക്കുക, സ്റ്റാർട്ട് ചെയ്യാം. അതാണ് റീഹീറ്റ്. അതിൽ അത് വെയിറ്റ് ഡീഫ്രോസ്റ്റ്. നമ്മളെ ഫ്രീസറിലൊക്കെ വെച്ച് ഫ്രീസ് ആയിട്ടുള്ളത് ഉണ്ടാവല്ലോ, തണുപ്പായിട്ടുള്ള ഐസ്. നമ്മളെ ഈ ചിക്കനൊക്കെ ചിലപ്പോൾ തണുപ്പ് പിടിച്ചിട്ടുണ്ടാവല്ലോ, അങ്ങനത്തതൊക്കെ ഒഴിവാക്കണമെങ്കിലാണ് വെയിറ്റ് ഡീഫ്രോസ്റ്റ്. അതായത് അത് നോർമലാക്കി തരും. ഒരു 1800 ഗ്രാം വരെ മാക്സിമം ഇതിൽ പോകും. അപ്പൊ എത്ര വേണ്ടി വെക്കുക, സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള ടൈമും മെഷീൻ കാണിക്കും. അപ്പൊ അതാണ് ഓട്ടോ മോഡ്. ഇനി അടിയിലാണ് മെയിൻ ആയിട്ടുള്ള മാനുവലി നിങ്ങൾ ചെയ്യേണ്ട സംഭവങ്ങൾ, ഗ്രില്ല് ചെയ്യണതും കേക്ക് ഉണ്ടാക്കേണ്ടതൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് അടിയത്തതാണ്. അതിൽ മാനുവലാണ് വരിക. അതായത് നിങ്ങൾ തന്നെയാണ് സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക, ടെമ്പറേച്ചർ നിങ്ങളാണ് സെറ്റ് ചെയ്യുക, ഒക്കെ അത് അതിന് ശേഷം ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടൈമർ ഇവിടെ കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞ ഗ്രിൽ മൈക്രോ മോഡാണ് ഡയറക്റ്റ് ടൈമർ വെക്കുന്ന സമയത്ത് വർക്കാവും. അതായത് നിങ്ങളിപ്പോ ടൈമർ ഇവിടെ ഒരു 4 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, മൈക്രോ മോഡാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് അതിൽ ചൂടാക്കുക, പുഴുങ്ങണേ വേവിക്കുക ഒക്കെ ചെയ്യാം. സിമ്പിൾ ആയിട്ട് 2-3 മിനിറ്റ് വെക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അത്ര ചെയ്യേണ്ടതുള്ളൂ. പഠിത്തത് ഫസ്റ്റ് മൈക്രോ പവർ ലെവൽ പറഞ്ഞാൽ നമ്മളെ ഗ്യാസ് സ്റ്റോവിലൊക്കെ നമ്മൾ മീഡിയം ഹൈ ലോ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണ്ടല്ലോ. അതിന്റെ തീ വരുന്നതിന്റെ സിമ്മ് അതേപോലെ സംഭവം ചെയ്യുന്നതാണ് ഈ മൈക്രോ പവർ ലെവൽ. അത് നമ്മൾ എപ്പോഴും പറയുന്നില്ല, എപ്പോഴെങ്കിലും ഇപ്പൊ നിങ്ങൾ ചില ഭക്ഷണം പാലൊക്കെ ചിലപ്പോൾ കാച്ചും പോലെ പറയും, പാല് തിളച്ച് മറിയണേന്
പവർ ലെവൽ കുറച്ച് കുറയ്ക്കുക, 100 ഉണ്ടാവുക, ഒരു 80 ആക്കുക, 4 മിനിറ്റ് സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ അങ്ങനെ പറയുന്നത്. അതായത് പിന്നെ നമുക്ക് ഇതിന്ന് വരുന്നൊരു ഫോഴ്സ് പവർ കുറയ്ക്കണത് അതൊന്ന് കുറച്ചിട്ടാക്കാണ്. എക്സാമ്പിൾ ഈ പറഞ്ഞ മാതിരി പാലിനാണ് മെയിൻ ആയിട്ട് അങ്ങനെ പറയുന്ന സമയത്ത് മാത്രം ചെയ്താൽ, അല്ലാത്ത സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് അത് എങ്ങനെ പറയും. അതിപ്പോ നിങ്ങളിപ്പോ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളെ മാനുവൽ ഉണ്ടാവും, ഇതിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിൽ കുറച്ച് മോഡൽസ് ഫുഡിന്റെ പേര് അതിലിങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അല്ല മൈക്രോ മോഡിൽ വെച്ചിട്ട് ഇത്ര ടൈം സെറ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് 4 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ എന്തിനും മൈക്രോ മോഡിൽ പവർ ലെവൽ 2 വെക്കുക എന്ന് പറഞ്ഞതിന് ശേഷം 4 മിനിറ്റ് വെക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ 4 മിനിറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ ഉള്ളത് ഗ്രില്ലും പിന്നെ ബാർ ഇട്ടിട്ട് മൈക്രോ പ്ലസ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഈ ഒരു ബട്ടണിലും 3 മോഡ് വർക്ക് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ നിൽക്കുമ്പോൾ ഗ്രില്ലാ വരിക. ഇത് വെറും ഗ്രില്ല്, ഒരു പാമ്പ് ചെയ്യണമാര് കണ്ടില്ലേ, ഒരു കമ്പനിനെ വളച്ചേ, ആണ് വെറും ഗ്രില്ല്. വെറും ഗ്രില്ലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉള്ളിലേക്ക് വേവ് അധികം എത്തൂല, പുറമെ മാത്രമേ പൊള്ളിച്ച് തരുള്ളൂ. എന്താ വെച്ചാൽ ഹീറ്റർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ പുറമത്തേക്ക് അധികം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്നെങ്കിൽ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച്, നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം എടുത്തിട്ട് മസാല ഒക്കെ തേച്ചിട്ട് സ്റ്റാൻഡ് മതി. അപ്പോഴാണെങ്കിൽ ഗ്രില്ല് വെക്കുക, ഓൾറെഡി വേവിച്ച സാധനമാണെങ്കിൽ. എന്നിട്ട് 15 മിനിറ്റ് ആണ്, 10-ഉം 15-ഉം ആണ് പറയുന്നത്. അതായത് ടോട്ടൽ അരമണിക്കൂർ. എന്താ വെച്ചാൽ മുകളിൽ മാത്രമേ ഹീറ്റർ വരുള്ളൂ. അപ്പൊ ഒരു 15 മിനിറ്റ് ഒരു ഭാഗമാവാനും അടുത്ത ഭാഗമാവാനും 15 മിനിറ്റ് അങ്ങനെയാണ് പറയുന്നത്. മറിച്ചിടണം. അല്ല നിങ്ങൾ ഒറ്റയടിക്ക് 30 മിനിറ്റ് വെക്കുകയാണെങ്കിൽ 30 വെക്കുക, സ്റ്റാർട്ട് ചെയ്യാം. ഒരു 15 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, ഡോറ് തുറന്നിട്ട് പീസ് മറിച്ചിട്ട് കൊടുക്കുക, വീണ്ടും ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഫിഷ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് ടോട്ടലാണ് വരുന്നത്. അപ്പൊ 1.5 മിനിറ്റ് ഫിഷ് ആണെങ്കിൽ. പിന്നെ പ്ലസ് മൈക്രോ പ്ലസ് ഗില്ല് അതെന്താ വെച്ചാൽ C1 വരും, C2 വരും. അതെന്ന് വെച്ചാൽ ഒരു മൈക്രോ പ്ലസ് ഗ്രില്ലാണ്. അതായത് മൈക്രോവേവ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വേവിക്കാനുള്ളതാണെന്ന്. വേവാന്, പുഴുങ്ങാന്, തിളപ്പിക്കാന്, ചൂടാക്കാനൊക്കെയാണ് മൈക്രോവേവ് വരിക. അപ്പൊ മൈക്രോ മോഡിന്റെ ചെറിയൊരു അംശത്തിൽ വരും. അതായത് 30% ഉള്ളു വേവും, ഒരു 3/4 ഭാഗം പുറമതാക്കി തരും. ചെറിയൊരു വേവ് കൂടുതൽ ഇതാണെങ്കിൽ C1 ആണ് ബെറ്റർ. ഇനി അതല്ല നല്ല വേവ് 2 കണ്ടീഷനിലും വേണമെങ്കിൽ C2 ഒരു 50% വേവ് ഉണ്ടാവും, 50% പുറത്ത് ഗ്രില്ല് ഉണ്ടാവും. അപ്പൊ C2 ആണ് ബെറ്റർ. നിങ്ങൾ കഴിക്കാനുള്ള കണ്ടീഷനിൽ കുക്കർ വേവിക്കണമെന്നില്ലെങ്കിൽ ഇതിൽ വെച്ചോട്ടാ, അരമണിക്കൂർ സെറ്റ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് ടേൺ ഗ്രില്ല്, അതായത് നമ്മളെ സ്റ്റാൻഡുമെന്നുള്ളതിന് പകരം വരുന്ന ടേൺ ഗ്രില്ല്. അത് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതെങ്ങനെയാ വെച്ചാൽ അതിലും ഇതേ ഇപ്പൊ നമ്മള് പറഞ്ഞ അതേ മോഡലിനാണ് വരിക. ഫസ്റ്റ് വെറും ടേൺ ഗ്രില്ല് വരും. ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കുക, ഈ ഭാഗം ഇവിടേക്കും ഈ കൂർത്ത ഭാഗം ഇവിടേക്കും വെക്കാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ വെറും ടേൺ ഗ്രില്ല് വരും. അതായത് പുറമെ മാത്രം പൊള്ളിച്ച് തരും, ഉള്ളിലേക്ക് തീരെ വേവിന്റെ ഉണ്ടാവില്ല. രണ്ടാമത് നിൽക്കുമ്പോൾ C1, അതായത് 30% ഉള്ള വേവും 3/4 ഭാഗം പുറമതാക്കി തരും. അടുത്ത C2 പകുതി. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടി നിങ്ങൾ നോക്കുക. അത് വേണ്ടി വെച്ചതിന് ശേഷം ടൈം ഞാൻ പറയാം 30 മിനിറ്റ്. ഇതിലാവും നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കണ്ട. അപ്പൊ ആദ്യം തന്നെ കറങ്ങിക്കോളും. അപ്പൊ ആദ്യം തന്നെ 30 മിനിറ്റ് വെക്കുക, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ സ്റ്റാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അത് കറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്പീഡ് ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത് വലിയ പീസ് വെക്കരുത്, ചെറിയ 2-3 പീസൊക്കെ ആക്കിയിട്ട് വെച്ചുകൊടുക്കാം. പിന്നെ നന്നായിട്ട് അതിന്റെ മുകളിൽ ഇതാക്കേണ്ടി വരും, തുണി വീഴാതിരിക്കാനൊക്കെ. അതന്നെ. അപ്പൊ അതാണ് വരുന്നത് ടേൺ ഗ്രില്ലും കൺവേർഷൻ മോഡാണ് വരുന്നത്. ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്ലൗ ഉപയോഗിക്കാം, ഗ്ലൗ ഇല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അതിനുവേണ്ടി സുഹൃത്തിന്. അപ്പൊ ഈ ഗ്ലാസിന്റെ ഈ ഒരു പാത്രമാണ് വെക്കേണ്ടത്. അപ്പൊ മറ്റേത് കേക്കിന് വേണ്ടിയിട്ടുള്ള ജാറൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് അപ്പൊ മറ്റേ ഗ്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. പെർമനന്റ് ആയിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വെക്കാം. അടുത്തത് കൺവേർഷൻ എന്ന് പറയുമ്പോൾ കേക്കിനാണ് പറയുന്നത്. അപ്പൊ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഹീറ്ററാണ് വരിക, വേറെ ഹീറ്ററാണ് വരിക. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നിൽക്കുമ്പോൾ കൺവെക്ഷൻ മോഡാണ് വരിക. കൺവെക്ഷൻ അതിൽ ടെമ്പറേച്ചർ കാണിക്കേണ്ടത് 110 ഡിഗ്രിയിലാണ്. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു 160, 170, 180 ഈ 3 ടെമ്പറേച്ചറിലാണ്. അപ്പൊ നമുക്ക് നോർമലായിട്ട് 160 ടെമ്പറേച്ചർ വെക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഇത് നടക്കുക പ്രീഹീറ്റ് ആണ്. അതാണ് കൺവെക്ഷന്റെ സിമ്പൽ. ഒരു റീസൈക്കിൾ ഇങ്ങനെ
ഈ മിന്നി കളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രീറ്റ് ആയതുകൊണ്ടാണ് മിന്നി കളിക്കുന്നത്. അപ്പോൾ പ്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിലൊന്നും വെക്കരുത്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്ത മാതിരി 30 160 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ അരമണിക്കൂർ ഡിസ്പ്ലേ ഷോ ചെയ്യും. പക്ഷെ ആ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾ ഇവിടുത്തെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓട്ടോമാറ്റിക് സ്റ്റക്ക് ആയ സമയത്ത് നമ്മൾ ഡോർ തുറക്കുക, ഉള്ളോട്ട് വെക്കുക. അപ്പൊ ബാക്കി മിനിറ്റ് അവിടുന്ന് ബാക്കിയില്ല. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഡോർ അടിക്കുമല്ലോ, അപ്പൊ ഇവിടെ ബാക്കിയുള്ള മിനിറ്റ് ബ്ലാങ്ക് ആയി പോകും. നമ്മൾ വീണ്ടും ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യണം. ഈ ടൈമർ വെച്ച് അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് എടുക്കുക. ഇത് ചെയ്യേണ്ടത് 1 മിനിറ്റ്. അപ്പൊ ആ മിന്നി കളിക്കുന്ന സാധനം ഉണ്ടാവില്ല. ഏത് അല്ല, അടുത്ത സെക്ഷനിൽ ആ മൈക്രോ മോഡ് ആണ് വരിക, ഈ ഗ്രിൽ കൺവെക്ഷൻ ആണ് വരിക. അതിങ്ങനെ കത്തി നിൽക്കും. ഇത് നമ്മൾ 1 മിനിറ്റിനുള്ളിൽ ചെയ്യണം. അതായത് ഈ ഡോർ തുറക്കലും വെക്കലും പെട്ടെന്ന് ചെയ്യണം. 30 മിനിറ്റ് സെറ്റ് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് മൈക്രോ മോഡിലേക്ക് പോകും. മൈക്രോ മോഡ് പോകുമ്പോൾ കേക്ക് ഒന്നായിട്ട് അലമ്പാവും. അപ്പൊ നോക്കുക, അവിടെ മൈക്രോ മോഡാണ് വരുന്നത്. ഇതാണ് കൺവെക്ഷന്റെ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് ഈ 2 ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോ സ്പെസിഫിക് ആയിട്ടൊരു ഫുഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല. എന്താ വെച്ചാൽ ഒന്ന് കൺവെക്ഷന് ടേൺ ഗ്രില്ലാണ് വരുന്നത്. ആ രണ്ടും ടേൺ ഗ്രില്ലിലാണ് വർക്ക് ചെയ്യുക. അതായത് നമ്മളെ ഈ ബാർബക്യൂന്റെ അതാകുമ്പോ ചിലതൊക്കെ ഈ പച്ചക്കറിയൊക്കെ ചിലവർ ഇതാക്കി എടുക്കണതിനൊക്കെ വേണ്ടിട്ട് പറയണതായിരിക്കും. അതുപോലെ എടുക്കണം. വൈദ്യനൊക്കെ ചിലപ്പോൾ ഇതാക്കണാണില്ലേ, അങ്ങനത്തെ ഒരു ഫ്ലേവറിനാണ് ഇത് തോന്നുന്നത്. ഇത് 2 മോഡാ വരിക. ഒന്ന് കൺവെക്ഷൻ പ്ലസ് ടേൺ ഗ്രില്ല് വരും, മറ്റേത് കൺവെക്ഷൻ പ്ലസ് ടേൺ ഗ്രില്ല് പ്ലസ് മൈക്രോവേവ് വരും. ഈ 2 എങ്ങനെ വെച്ചാൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അങ്ങനെ ടെമ്പറേച്ചർ പറയും. ആ ടെമ്പറേച്ചറിൽ ഇത്ര ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ആ മോഡ് വർക്ക് ചെയ്യണതിൽ അതിൽ പ്രീറ്റ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം തന്നെ ഫുഡ് കാര്യങ്ങൾ അതിൽ വെക്കുക. അത് നിങ്ങൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും ആ മോഡാണ്, ഈ മോഡാണ് ഉപയോഗിക്കേണ്ടത് പറയുമ്പോൾ ആ മോഡ് സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പം ഇതാണ് വെജിറ്റബിൾസ് ആണ് മെയിൻ ആയിട്ട്. വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു, വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. കൺവെക്ഷനും ടേൺ ഗ്രില്ലും കൂടി ഒക്കെ വരുന്നതിനോട്. പിന്നെ അത് മൈക്രോ പ്ലസ് കൺവെക്ഷൻ. അത് നമ്മളെ കുക്കീസ്, ബിസ്ക്കറ്റ്, പിസ്സ അങ്ങനത്തെ ഫ്ലേവറൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതാണ് മൈക്രോ പ്ലസ് കൺവെക്ഷൻ. അപ്പൊ ചെറിയ വേവ് ഉണ്ടാവും, കൺവെക്ഷൻ്റെ ഇതും ഉണ്ടാവും. അപ്പൊ നമ്മളെ ഈ ഇതൊക്കെ ഉണ്ടാക്കാൻ അതിൽ ടെമ്പറേച്ചർ ഉണ്ടാവും. 4 ടെമ്പറേച്ചർ ഉണ്ടാവുക, 110, 140, 100, 200. അപ്പൊ ഇതിൽ ഏതൊരു ടെമ്പറേച്ചർ പറയും, ഒരു ഫുഡിന് എത്ര ടെമ്പറേച്ചർ ഉണ്ടാവും, അതും പിന്നെ ഒരു ടൈമും സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ ഫുഡ് വെക്കുക, പ്രീറ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ മോഡ് വരുന്നത്. പിന്നെ ഇവിടെ ബട്ടണൊന്നും ഇല്ല, ജസ്റ്റ് ആ ഡിസ്പ്ലേ ടെമ്പറേച്ചറിന്റെ അളവ് പറഞ്ഞതേ ഉള്ളൂ. ഒന്നും ബട്ടണല്ല കേട്ടോ. പിന്നെ അവിടെ ക്ലീനിങ്ങിന്റെ സ്റ്റീം ബൈ ക്ലീന് 3 ഉണ്ടാവും. സ്റ്റീം ബൈ ക്ലീന്, ഡിയോഡ്രൈസ്, ഡിസ്ഇൻഫെക്റ്റ്. ഫസ്റ്റ് നിങ്ങൾ നിൽക്കുമ്പോൾ സ്റ്റീം ബൈ ക്ലീൻ ആ വരിക, 5 മിനിറ്റിന്റെ. മുകളിലൊരു മഴത്തുള്ളിയുടെ സിമ്പലും ഉണ്ടാവും. അതാണ് സ്റ്റീം ബൈ ക്ലീൻ പറയുന്നത്. അതെന്താ ക്ലീന് ഉദ്ദേശിക്കുന്നത്? എന്താ വെച്ചാൽ നമ്മളെ ഈ ക്യാവിറ്റിയിൽ ഈ ഉള്ളത്തെ ഈ ബോഡിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഫുഡ് പാർട്സ് ഒക്കെ പിടിച്ച് നിൽക്കുകയാണ്, തുടച്ചിട്ട് വരുന്നില്ല. അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു ബൗൾ എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു മൈക്രോ ക്ലീനർ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ സ്പ്രേ ചെയ്ത് വെക്കുക. ആ സ്പ്രേ ചെയ്തിട്ട് ആ ബൗൾ എടുത്ത് ഇതിന്റെ സെന്ററിലായിട്ട് വെക്കുക. എന്നിട്ട് ഡോർ അടിച്ചതിന് ശേഷം ഈ സ്റ്റീം ക്ലീൻ ആക്കി സ്റ്റാർട്ട് ചെയ്താൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് നീരാകായിട്ട് വരും. അപ്പൊ ഈ പിടിച്ച സാധനമൊക്കെ ഒന്ന് ഇളകും. പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അതാണ് സ്റ്റീം ബൈ ക്ലീൻ. ഇനി 2ാമത്തെ വട്ടം നിൽക്കുമ്പോൾ ഡിയോഡ്രൈസ് ചെയ്യും. അതായത് സിമ്പിൾ മാറി ഒരു ഏരോ മാർക്ക് മുകളിലോട്ട് ഇങ്ങനെ കൊടുത്താൽ അതെന്താ വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. ഉള്ളിൽ എന്തെങ്കിലും സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫാന്, ബാക്കിൽ ഒരു ഫാൻ ഉണ്ട്, അത് വർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളു. അതാണ് സംഭവം. 5 മിനിറ്റ്. ഇത് കഴിയണം ഗ്രില്ലൊക്കെ ചെയ്ത് കഴിയുമല്ലോ നിങ്ങള്. ഗ്രില്ല് ചെയ്തതിന് ശേഷം ഇത് ചെയ്യണം നല്ലതാണ്. പക്ഷേ ഗ്രില്ല് ലീറ്റർമേലൊക്കെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നിലത്ത് വീണതിന് ശേഷം സ്പ്രേ ചെയ്ത് ഇതാക്കും. പിന്നെ ഉള്ളത് ഡിസ്ഇൻഫെക്റ്റ് ആണ്. അത് ജസ്റ്റ് ഒരു മിനിറ്റിന് ഒരു പ്രോഗ്രാമാണ്. ഉള്ളിൽ എന്തെങ്കിലും രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചത്തുതാവാൻ വേണ്ടിയിട്ട് ചുടുവെള്ളത്തിലിട്ട് പാത്രം കഴിക്കണമായി ഒന്ന് ഫ്രീ ആയിട്ട് ചൂടാക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് കീപ്പ് വാം, ഫെർമെന്റേഷൻ. 2 ഓപ്ഷൻ വരും. ഫസ്റ്റ് നിൽക്കുമ്പോൾ കീപ്പ് വാം വരിക. അതാണ് ഇങ്ങനെ ഒരു മൂടിയിട്ട മാതിരി, മൂടി വെച്ച മാതിരി. കീപ്പ് വാം പറഞ്ഞാൽ നിങ്ങൾ കാസറോൾ വെക്കുന്ന അതേ പരിപാടി തന്നെ. നിങ്ങൾക്ക് എത്ര ടൈം വേണോ അത്ര ടൈം ഇതിൽ ചൂടോടെ വെക്കും. 50 ഡിഗ്രി ചൂടിൽ, പകുതി ചൂടിൽ അത്ര ടൈം ഇതിൽ കീപ്പ് ചെയ്യും. അതിപ്പോ ഇതിന് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് കാസറോൾ ഉണ്ടാകുമ്പോൾ വെച്ചാൽ മതി. എന്താ വെറുതെ കറണ്ട് പോയിട്ടുണ്ട്. അതല്ല, അല്ലെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള ഒരു ഓപ്ഷൻ കീപ്പ് വാം മുകളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഫെർമെന്റേഷൻ. നമ്മൾ തൈര് കുളിപ്പിക്കുന്ന പരിപാടി. ഇവിടെ സിമ്പിൾ ഇവിടെ മാറി ഉണ്ടല്ലോ. ഇവിടെ ഉള്ള കീപ്പ് വാമിന്റെ ഞാൻ പറഞ്ഞല്ലോ കാസറോൾ ഇങ്ങനെ മൂടി വെച്ച മാതിരിയാണ്. ഫെർമെന്റ് ആകുമ്പോൾ മുകളിലെത്തും സിമ്പിള്. നമ്മളെ കുളിപ്പിക്കുന്ന പരിപാടിയാണ്. മാവൊക്കെ കുളിപ്പിക്കല്ലോ, ദോശ ഉണ്ടാക്കണ ഇത് കുളിപ്പിക്കണേ. അതേപോലെ അതിന്റെ മിക്സ് ചെറുത് ഇതാക്കിയിട്ട് ഇതിൽ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന്റെ മുകളിൽ വെക്കുക, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പുളിപ്പിക്കുന്ന പരിപാടി ശരിക്കും എങ്ങനെയാണെന്നറിയില്ല, ആണ് ഫ്ലേവർ വരുന്നത്.
ഫുള്ള് ചൂടായിട്ടൊക്കെ ഉള്ള പരിപാടിയിൽ പിന്നെ പവർ സേവ് പറഞ്ഞാൽ ജസ്റ്റ് ഡിസ്പ്ലേ ഓഫായി കിടക്കും ഓണാവും. പിന്നെ ടൈം ക്ലോക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്യാണ്, പക്ഷെ നമ്മൾ ഓൾറെഡി ഓരോ ഓഫ് ആക്കുമ്പോൾ മാറിപ്പോവും. പിന്നെ ഈ സ്റ്റാർട്ട് ബട്ടണിൽ തന്നെ എക്സ്പ്രസ് കുക്ക് എഴുതിയിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ മെഷീൻ ഓണാക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ചൂടാക്കണമെങ്കിലോ അല്ലെങ്കിൽ തിളപ്പിക്കണമെങ്കിലോ ഒക്കെ ടൈമർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ 2-3 മിനിറ്റ് വെക്കുക, സ്റ്റാർട്ട് ചെയ്താൽ ചൂടാക്കി തരും. അപ്പൊ അതിന് പകരം ഈ 1-2 നെക്കിന് പകരം ഈ എക്സ്പ്രസ് കുക്കിൽ എന്തെങ്കിലും നെക്കി കൊടുത്താൽ 30 സെക്കൻഡ് വെച്ച് ആഡായി വരും. കൈ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ വർക്ക് ചെയ്യും. അപ്പൊ ആ ബട്ടൺ തന്നെ ഇങ്ങനെ അടിച്ചാല് ഓട്ടോമാറ്റിക് സെക്കൻഡ്സ് വരും. സ്റ്റോപ്പ് ഇങ്ങോട്ട് നിൽക്കുക, റീസ്റ്റാർട്ട്. ഇത്രയും. പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾ പൊതുവെ വരുന്ന കംപ്ലൈന്റ്സ് എന്താണ്? വോൾട്ടേജ് കാര്യങ്ങളുള്ളപ്പോൾ ഉപയോഗിക്കാം. പൊതുവെ കംപ്ലൈന്റ്സ് നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്ന അങ്ങനെ ആയിട്ട് വരുന്നില്ല, പക്ഷെ എന്നാലും എന്തിന് ചിലത് ടച്ച് ഒക്കെ നോക്കുക. പിന്നെ എന്തിന് വോൾട്ടേജ് ഉള്ളപ്പോൾ ഉപയോഗിക്കുക. ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഇതുവരെ വലിയൊന്നും കിട്ടലൊന്നുമില്ല. എന്തെങ്കിലും സമയത്ത് ഇതിന്റെ ബോഡിക്ക് ടച്ച് ചെയ്യരുത്, ഫ്രീ ആയിട്ട് വെക്കുക. മറ്റൊരു ഭാഗത്ത് തീരെ ഉപയോഗിക്കരുത്. ഇതിന് പറ്റിയ ഗ്ലാസിന്റെ ബോറോക്സിലെ സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ ഇതിൽ വെക്കാൻ പറ്റിയോ? ഈ ബോറോക്സിലെ കണ്ടില്ലേ ഇവിടെ അങ്ങനെ കൊടുക്കും, മൈക്രോ സേഫ് എന്ന് പറഞ്ഞിട്ട്. ഇതേപോലത്തെ അതേപോലത്തെ അങ്ങനെ മൈക്രോ സേഫ് കൊടുത്തിട്ടുണ്ടോ? കപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കട്ടിയുള്ളതിനോട് വെള്ളം ചൂടാക്കണമെങ്കിലൊക്കെ ഇത് സേഫ് ആണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പാത്രങ്ങളാണ്. അപ്പൊ ഇതിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. മറ്റേതെന്ന് പറഞ്ഞാല് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചൂടാകുമ്പോ ചിലപ്പോൾ പൊട്ടിക്കും. ഇതാണ് വരുന്നത്. ഓക്കെ, ഇതെന്താ? അത് നമ്മൾ ബാക്കോട്ട് തള്ളുന്ന സമയത്ത് ഇതാവാണ്ട് ഇത് വാറന്റി പുതുക്കിണ്ടായിരുന്നു. അതിന് 1150 റുപ്യ വരുള്ളൂ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഇതേ സാധനങ്ങൾ പിന്നെ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 2300 റുപ്യന്റെ അടുത്ത് വരും, ഡബിൾ ആവും. പിന്നെ ആണെങ്കിൽ നിങ്ങളിപ്പോ ഒരു കൊല്ലാണല്ലോ വാറന്റി, അത് കഴിഞ്ഞിപ്പോ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വരും. സർവീസ് ചാർജ് മാത്രം 357 റുപ്യ വരും. ഏകദേശം നിങ്ങളൊരു 3 സർവീസ് വിളിക്കുന്ന പൈസ നിങ്ങൾക്ക് ഒരു കൊല്ലം കൊണ്ട് പുതുക്കി വെച്ച ലാഭമാണ്. പക്ഷേ മറ്റേല് വാറണ്ടിയില് സർവീസ് മാത്രമാണോ ഫ്രീ? അല്ലല്ല, എല്ലാം കിട്ടും. റബ്ബർ പ്ലാസ്റ്റിക് ഒഴിച്ചുള്ള എല്ലാ സാധനം കവർ ചെയ്യും. റബ്ബർ പ്ലാസ്റ്റിക് പറഞ്ഞാല് റബ്ബർ പറഞ്ഞാൽ ഉള്ളിലൊരു കൺവെക്ഷന്റെ ഒരു ബെൽറ്റ് ഉണ്ട്, സാധാ റബ്ബറിന്റെ മാറ്റി. പിന്നെ ഒന്ന് ഫ്രണ്ടിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ടച്ച്, അത് 2 ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അതിൽ മാറി കിട്ടും. അതായത് ബോർഡ്, മാഗ്നട്രോൺ, കപ്പാസിറ്റർ, ഡയോഡ് എല്ലാം കിട്ടും. ഒന്നിനൊരു കുഴപ്പം വരും. ഇതേ ഉള്ളു ഇതില് ബെൽറ്റ് എന്ന് പറയുന്നത്, റബ്ബർ പറയുന്നത്. അത് കിട്ടൂല. പിന്നെ എലി കടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് വരില്ല. ബാക്കി ബോർഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കോസ്റ്റ് ആവില്ല. കമ്പനി നല്ല സാധനമാണ്, റൈറ്റുമാണ്. ഏകദേശം 3 റേഞ്ചിൽ വരും. ബോർഡിന് ഒരു കത്തിയൊക്കെ ഉണ്ടാവും, കാര്യങ്ങൾ വരും. പിന്നെ ആ നമ്പറിലും ഡീറ്റെയിൽസിൽ അവിടെ ഡീറ്റെയിൽ വരും. വാങ്ങി കുടിക്കുക ആളാണെന്നുള്ള